2025 ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഓരോ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇംഗ്ലണ്ടിനെതിരായി T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇന്നലെയായിരുന്നു BCCI പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നലെ നമ്മൾ T20യുടെ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞ അതേ സ്ക്വാഡിനെ തന്നെയാണ് BCCI ഇന്നലെ വൈകിട്ടോടു കൂടി പ്രഖ്യാപിച്ചത്. സൂര്യകുമാർ യാദവ് നായകനായി എത്തുമ്പോൾ ഹാർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ, അക്സർ പട്ടേൽ എന്നിവർക്കൊപ്പം ദീർഘകാലമായി ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തായിരുന്ന മുഹമ്മദ് ഷമി തിരിച്ചെത്തിയത് തന്നെയാണ് T20 പരമ്പരയിൽ ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷ വാർത്തയായി എത്തിയിരിക്കുന്നത്. മറുഭാഗത്ത് ഇന്ത്യയുടെ ഏകദിന സ്ക്വാഡിനെയും അതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെയും ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിന്റെ ലിസ്റ്റ് ജനുവരി 12 മുൻപേ കൈമാറണമെന്നായിരുന്നു ICC അറിയിച്ചിരുന്നത്. എന്നാൽ ടീം ഇന്ത്യ ICCയോട് അധിക സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുഭാഗത്ത് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും ടീം ഇന്ത്യക്ക് അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്ത തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നും ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം മാത്രമേ ഇന്ത്യൻ സ്ക്വാഡിനൊപ്പം ബുംറ എത്തൂ എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെയായിരുന്നു ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റിരുന്നത്. നിലവിൽ ഇതിന്റെ ചികിത്സയിലാണ് അദ്ദേഹം. ഇംഗ്ലണ്ടിനെതിരായ T20 ഏകദിന പരമ്പരകളിൽ നിന്നും ബുംറയ്ക്ക് നേരത്തെ തന്നെ വിശ്രമം അനുവദിച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി ടീമിനൊപ്പം ചേരാനായി 1.5 മാസത്തോളം എടുക്കുമെന്നാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യഘട്ട ഗ്രൂപ്പ് മത്സരങ്ങളിൽ ജസ്പ്രീത് ബുംറ ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇനി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര മാത്രമാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ചുള്ള 50 ഓവർ ഫോർമാറ്റിലെ മത്സരം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിൽ തന്നെ പരിഗണിക്കരുത് എന്ന KL രാഹുലിന്റെ ആവശ്യം BCCI സെലക്ഷൻ കമ്മിറ്റി ബോർഡ് തള്ളിയിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്ന KL രാഹുൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ തനിക്ക് വിശ്രമം അനുവദിക്കണമെന്നും BCCIയെ അറിയിച്ചിരുന്നു. എന്നാൽ അജിത് അഗാക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഈ ആവശ്യം നിരസിക്കുകയും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ രാഹുൽ ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കായി ഇറങ്ങുന്ന ടീം ഇന്ത്യ തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിക്കും എത്തുക എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരു മുന്നൊരുക്കം എന്ന വണ്ണം എല്ലാ താരങ്ങളും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ കളിക്കണമെന്നാണ് ഇവിടെ BCCI ആവശ്യപ്പെടുന്നത്. KL രാഹുലിനെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ പ്രധാന വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നത്. ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജു സാംസൺ, ഋഷഭ് പന്ത് എന്നിവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. സഞ്ജുവിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിനെതിരായി T20 പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ഒരു വഴി തുറക്കുമെന്നതിനെ നിസ്സംശയം പറയാം. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.